പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദു കനകയോടായിട്ട് പറയുന്നുണ്ട്, അമ്മ ഇപ്പം അനി ബിസിനസ്സിലൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി, അവൻ കമ്പനിയിലൊക്കെ പോയി തുടങ്ങി എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട്, അവൻ കമ്പനി പോവുകയോ ബിസിനസ് ശ്രദ്ധിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ നിൻ്റെ കാര്യത്തിൽ അവൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുപോലെ നീ അവൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കാനൊന്നും പോകണ്ട, അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നത് സച്ചിമോനാണ്. അവൻ എത്രയോ നല്ല ചെറുപ്പക്കാരനാണ്, നിനക്കത് മനസ്സിലായിട്ടില്ലേ? അതുകൊണ്ട് സച്ചിമോൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നീ അതൊന്നും ചെയ്യരുത്. ഏതായാലും ഈ വിവാഹം ഞങ്ങൾ ഉറപ്പായിട്ടും നടത്തും എന്നൊക്കെ പറയുമ്പം ദേഷ്യം വരുന്നുണ്ട് നന്ദുവിന്. അതുകൊണ്ട് നന്ദു ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മുത്തശ്ശനെയും കാണിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുവാണ്, ഏതായാലും അനാമിക കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു, ആ കേസ് നമ്മൾ ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യും. അതുപോലെ അവൾക്ക് കോമ്പൻസേഷൻ ഒന്നും കൊടുക്കാതെ തന്നെ ഈ കേസ് ജയിക്കാൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെയെങ്കിലും അവളെ ഒന്ന് പാഠം പഠിപ്പിക്കണം നമുക്ക് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് കോടതിയിലേക്ക് വരുന്ന വക്കീലിനെ കാണിക്കുന്നുണ്ട്. വക്കീൽ ഏതായാലും ഒരു പുതിയ ആളാട്ടോ. ഇനിയെങ്കിലും കഥ ഇത്തിരി മെച്ചപ്പെട്ടു പോകുമെന്ന് തോന്നുന്നു. കോടതിയിൽ വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ വാദിച്ച് ജയിക്കുന്നതും അത് കഴിഞ്ഞ് നന്ദുവായിട്ടുള്ള വിവാഹമൊക്കെ കാണിക്കുവാണെങ്കിൽ കഥ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെട്ടേനെ. ഏതായാലും ഇതൊക്കെയായിരുന്നു പ്രൊമോ.